നമസ്തേ. ഏവർക്കും ശ്രീ വിനായക ജ്യോതിഷ വാസ്തു വിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ അറിവിലേക്ക്, ജ്യോതിഷ പ്രഭാഷണങ്ങളിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ പ്രഭാഷണം ചെയ്യാൻ പോകുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ 2025 കാലഘട്ടത്തിലെ, അതായത് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ശുഭ അശുഭ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. പുതുവത്സരം വരികയാണ്. അപ്പോൾ 2025 സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുന്ന എല്ലാവർക്കും ഈ ജ്യോതിഷാറിവുകൾ വളരെയധികം ഉപകാരപ്പെടുമെന്നാണ് നമ്മൾ കരുതുന്നത്. 2025 വർഷത്തെ കാലത്തെ അശ്വതി നക്ഷത്രത്തിൻ്റെ ശുഭാശുഭ ഫലങ്ങൾ, അതാണ് നമ്മൾ ഇന്നിവിടെ ചിന്തിക്കുന്നത്. അശ്വതി നക്ഷത്രക്കാർ പൊതുവെ ആരോഗ്യം, സൗന്ദര്യം എന്നിവ കൊണ്ട് അനുഗ്രഹീതരാണ്. കുതിരയുടെ മുഖം പോലെ കാണപ്പെടുന്ന നക്ഷത്രക്കൂട്ടമാണ് അശ്വതി. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗന്ദര്യവും സൗഭാഗ്യവും സാമർഥ്യവുമുള്ളവരായിരിക്കും. വിനയം, ബുദ്ധിശക്തി ഇവരുടെ കൂടപ്പിറപ്പുകൾ ആണ്. പ്രേമകാര്യങ്ങളിൽ ചാഞ്ചല്യം കാണിക്കുന്ന ഇവർ വിജ്ഞാന സമ്പാദനത്തിന് മുൻഗണന നൽകും. സേവനശീലം ഇവരിൽ പ്രത്യക്ഷമായിരിക്കും. അശ്വിനി ദേവകളാണ് ഈ നക്ഷത്രക്കാരുടെ ദേവത. പട്ടാളം, പോലീസ്, ജയിൽ വിഭാഗം, ആശുപത്രി, ഫാക്ടറികൾ, റെയിൽവേ തുടങ്ങിയ ജോലിയിലൂടെ ഉയർന്നു വരുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ ഏറെയും. തൻ്റെ പാരമ്പര്യത്തിൽ അഭിമാനിതരായിരിക്കും അശ്വതി നക്ഷത്രക്കാർ ഏറെയും. അന്ധവിശ്വാസങ്ങളെ എതിർക്കുമെങ്കിലും ഉള്ളിൽ ദൃഢമായ ഈശ്വരവിശ്വാസം ഉണ്ടായിരിക്കും. പല അവസരങ്ങളിൽ യുക്തിരഹിതമായി പ്രവർത്തിക്കുമെന്നെങ്കിലും സഹോദരങ്ങളിൽ നിന്നും പിതാവിൽ നിന്നും പറയത്തക്ക ഗുണമോ നേട്ടമോ സാധാരണഗതിയിൽ അശ്വതി നക്ഷത്രക്കാരിൽ ഉണ്ടായി കാണാൻ സാധ്യതയില്ല. പ്രയോജനവും നന്മയും അന്യരിൽ നിന്നും ഉണ്ടാകും. സുഖഭോഗാദികളിൽ വർദ്ധിച്ച താല്പര്യമുണ്ടാകാനിടയുള്ളവരാണ് ഇവരിൽ ഭൂരിഭാഗം ആൾക്കാരും. വരവിൽ കഴിഞ്ഞ ചിലവാണ് അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ കണ്ടുവരുന്നത്. ചില അവസരങ്ങളിൽ മറ്റുള്ളവർക്ക് ലുബ്ധന്മാരായി തോന്നുമെങ്കിലും ലഹരി വിഷയത്തിലോ സ്ത്രീ വിഷയത്തിലോ അമിതമായ താല്പര്യമുണ്ടായാൽ ജീവിതത്തെ തിരിച്ചുപിടിക്കുക പ്രയാസമായിരിക്കും. പിന്നീട് മനസ്സിൽ തട്ടുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായെങ്കിലേ അതിൽ നിന്നും പിന്മാറുക കാണപ്പെടുന്നുള്ളൂ. സൈനിക സേവനം, രാഷ്ട്രീയം, അധ്യാപനം, ആധ്യാത്മിക പ്രവർത്തനങ്ങൾ, നേഴ്സ്, അതുപോലുള്ള ആശുപത്രി മേഖലകളിൽ എന്നീ മേഖലകളിൽ ഇവരെ ശോഭിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ദാമ്പത്യ ജീവിതം പൂർണ്ണ തൃപ്തികരമാകാൻ ഇടയില്ല. വിവാഹ കാര്യത്തിൽ താമസമുണ്ടാകും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളിൽ വാചാലത കൂടുതലായിരിക്കും. ബന്ധുജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവളായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ജനങ്ങൾ. പുരുഷന്മാരെക്കാൾ തൻ്റെ ഇടവും ബുദ്ധിയും കാണിക്കും. ഈശ്വരവിശ്വാസമുള്ളവരായിരിക്കും. ഹൃദയലാളിത്യവും നിഷ്കളങ്കതയും ഭർത്താക്കന്മാരെ ഈശ്വര തുല്യരായി കാണുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. സ്ത്രീകൾ സൗന്ദര്യസുഖം, പുത്രസമ്പത്ത്, ശുചിത്വം തുടങ്ങിയവയിൽ അനുഗ്രഹീതരായിരിക്കും. എന്നാൽ മറ്റുള്ളവരുടെ ഉപദേശമോ അതിര് കടന്ന നിയന്ത്രണമോ ഇഷ്ടപ്പെടുകയില്ല അശ്വതി നക്ഷത്രക്കാർക്ക്. ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വർഷമാണ് 2025 വരാൻ പോകുന്നത്. 2025 ജോലിയിൽ അഭിവൃദ്ധിയും സാമ്പത്തികമായ ഗുണവും കുടുംബ സൗഖ്യവും ഫലമാണ്. സ്ത്രീകൾക്ക് വിശേഷപ്പെട്ട സമ്മാനങ്ങളും പ്രശസ്തിയും വരുന്ന വർഷം 2025 ലഭിക്കും. ഗണപതിയെ പ്രാർത്ഥിക്കുക. തൃക്കേട്ട വേദ നക്ഷത്രമാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട ഈ ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്യരുത്. മിഥുനം, കന്നി, കുംഭം ഈ മാസങ്ങളും ഗുണകരമാണ്. ഇനിയും ജനുവരി മാസത്തിലേക്ക്, 2025 ജനുവരി മാസത്തിലേക്ക് നമ്മൾ അശ്വതി നക്ഷത്രക്കാരുടെ ഫലങ്ങളിലേക്ക് പോയാൽ കർമ്മരംഗം പൊതുവെ തൃപ്തികരമായിരിക്കും. പുതിയ തരം യന്ത്രസാമഗ്രികൾ കച്ചവടം ചെയ്ത് ധനലാഭം എന്നിവ പ്രതീക്ഷിക്കാം. ഏത് പ്രവൃത്തിയിലും കഴിവ് പ്രദർശിപ്പിക്കും. അത് വിജയകരമായി തീരും. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങളുള്ളവർ ഈ ജനുവരി മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫെബ്രുവരിയിലേക്ക് പോയി കഴിഞ്ഞാൽ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉദ്യോഗ കയറ്റം ലഭിക്കും. അയൽപക്കക്കാരിൽ നിന്ന് വാക്കുതർക്കങ്ങൾ കേൾക്കേണ്ടി വരികയും വഴക്കുണ്ടാക്കാനുള്ള സാഹചര്യം ഉടലെടുക്കാനും അതിൽ നിന്ന് പിന്മാറാനും ശ്രദ്ധിക്കണം. മുടങ്ങിയ യാത്രകൾ തുടരും. ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. ഫെബ്രുവരി 1, 2, 5, 7, 8, 10, 11, 13, 14, 19, 21, 25, 26, 27 തീയതികൾ ശോഭനമാണ്. ഇനി നമ്മൾ 2025 മാർച്ചിലേക്ക് കടന്നു കഴിഞ്ഞാൽ കൂട്ടുകച്ചവടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നു വരും. കർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും. പ്രതിസന്ധി ഭാഗം വെക്കേണ്ടതായിട്ട് വരും. സഹോദരിയുടെ വിവാഹ കാര്യത്തിൽ ധാരാളം അധ്വാനവും പണവും ചിലവഴിക്കേണ്ടതായിട്ട് വരും. ജോലിയിൽ പ്രമോഷന് സാധ്യതയുണ്ട്. നമ്മൾ ഏപ്രിൽ മാസത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2025 ഏപ്രിൽ അശ്വതി നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ശുഭാശുഭ ഫലങ്ങളാണെന്ന് ചോദിച്ചാൽ അധികാരവും സ്ഥാനക്കയറ്റവും ഉണ്ടാകും.
ഉന്നതരായ വ്യക്തികളുമായി സൗഹൃദം പുലർത്തും. അനാചാരങ്ങളിൽ പെട്ട് ധനവും മാനവും നഷ്ടപ്പെടും. മതപരമായ ചടങ്ങുകളിൽ പങ്കുകൊള്ളും. സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള അവസരം ലഭിക്കും. ഇനി നമ്മൾ മെയ് മാസത്തിലേക്ക് പോയാൽ ഭൂമി അധീനതയിൽ വന്നു ചേരും. നേത്രരോഗം, തലവേദന ശ്രദ്ധിക്കണം. മൃദുശ്രദ്ധ അനുഭവയോഗ്യമാകും. വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെടാനിടയുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ജോലിയിൽ സ്ഥലം മാറ്റത്തിനിടയുണ്ട്. ആ മാസം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ജൂൺ മാസത്തിലേക്ക് പോയാൽ സൗന്ദര്യ വസ്തുക്കൾക്കും ആഡംബരത്തിനും വേണ്ടി പണം ചിലവഴിക്കും. സ്നേഹിതരുമായി ഉല്ലാസയാത്ര നടത്തും. ഹൃദ്രോഗമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. അന്യദേശത്ത് നിന്ന് പ്രതീക്ഷിക്കത്തക്ക സഹായങ്ങൾ ലഭിക്കും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാഫല്യമാകും. ജൂൺ 5, 6, 7, 10, 21, 25, 30 തീയതികളിൽ ശ്രേഷ്ഠമായ ദിനങ്ങളാണ്. 2025 ജൂലൈ മാസത്തിലെ ഫലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അശ്വതി നക്ഷത്രക്കാർക്ക് പുതിയ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതായി വരും. സർക്കാർ ജീവനക്കാർക്ക് പുരോഗതി ഉണ്ടാകും. ഡോക്ടർമാർ, മെഡിക്കൽ ഷോപ്പ് ബിസിനസ്സുകാർ എന്നിവർക്ക് നല്ല സമയമാണ്. ആരോഗ്യപരമായ ദോഷമില്ലാത്ത അവസ്ഥയാണ്. അയൽക്കാരുമായി രമ്യതയിൽ വർദ്ധിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 2025 ആഗസ്റ്റിലേക്ക് നമ്മൾ അശ്വതി നക്ഷത്രക്കാരുടെ ഫലങ്ങളിലേക്ക് പോയാൽ സ്വന്തം നാട് വിട്ടു നിൽക്കേണ്ടതായ അവസ്ഥയുണ്ടാകും. കച്ചവടക്കാർക്ക് അനുകൂലമായ സമയമാണ്. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ഇടവരും. കടം വാങ്ങി കാര്യങ്ങൾ നിറവേറ്റാനായി വന്നേക്കാം. ജോലി സ്ഥലത്ത് ഉന്നതാധികാരികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ മാസത്തിലെ കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. മന്ദഗതിയിൽ നടക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതായി വന്നേക്കാം. ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. പ്രാപ്തി കൊണ്ട് മാത്രം രക്ഷപ്പെടാനുള്ള ജോലി ചെയ്യുന്നതാണ്. വാഹനാപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഒക്ടോബർ മാസത്തിലേക്ക് പോയി 2025 ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ മാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഗുരുക്കന്മാരുടെ പ്രകൃതിക്ക് പാത്രീഭവിക്കും. അവിചാരിതമായി പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. സങ്കീർണമായ കുടുംബ പ്രശ്നം മധ്യസ്ഥതയിലൂടെ പരിഹരിക്കപ്പെടും. ചില രോഗങ്ങൾ ഇക്കാലത്ത് വന്നുപെടാം. ത്വക്ക് രോഗങ്ങൾ, കഫരോഗം എന്നിവ പിടിപെട്ടേക്കാം. ജോലിസ്ഥലത്ത് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നവംബർ മാസത്തിലേക്ക് പോയാൽ ഗ്രഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താനിട വരും. പുതിയ വാഹനങ്ങൾ, വീട് എന്നിവ അധീനതയിൽ വന്നു ചേരും. പുരാതനമായി കൊണ്ടു നടക്കുന്ന ധർമ്മ ദേവസ്ഥാനം പുനരുദ്ധീകരിക്കാൻ സാധിക്കും. ദേഹാരിഷ്ടതകൾ ഉണ്ടാകും. പുതിയ ജോലിയിൽ പ്രവേശനം ഉണ്ടാകും. ഇനി നമ്മൾ ഡിസംബറിലേക്ക് പോയി കഴിഞ്ഞാൽ പല കേന്ദ്രങ്ങളിൽ നിന്ന് ധനലാഭം ഉണ്ടാകും. കൃഷിയിൽ നിന്ന് ലാഭമുണ്ടാകും. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടതായി വരാം. മേലധികാരികളിൽ നിന്ന് ഗുണമുണ്ടാകും. ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് ഒഴിവാകണം. വീഴ്ച, ഉളുക്ക്, ഉടുവ് എന്നിവ സംഭവിക്കാനിടയുണ്ട്. സൂക്ഷിക്കണം. വീട്ടിൽ പൂജാധിക മംഗളകർമ്മങ്ങൾ നടത്തിയാൽ ഉത്തമമായിരിക്കും. ഇത്രയുമാണ് 2025 അശ്വതി നക്ഷത്രക്കാർക്ക് ആഗതമാകുന്ന ശുഭാശുഭ ഫലങ്ങൾ. കബഡി പ്രശ്നം, വാസ്തു പ്രശ്നം, ആഭിചാര പ്രശ്നം, വിവാഹ മുഹൂർത്തുകൾ, ജാതകം, ജാതക ഗണന, സമയം, സമയദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, സമയദോഷ പരിഹാരങ്ങൾ, ആഭിചാര ദോഷ പരിഹാരങ്ങൾ, ഏലസുകൾ, യന്ത്രങ്ങൾ എന്നിവ വേണ്ടവർ, അതുപോലെ തന്നെ ദേഹസുരക്ഷ യന്ത്രങ്ങൾ എന്നിവ വേണ്ടവർ നമ്മളുമായി ബന്ധപ്പെടുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ സേവനങ്ങൾക്കും നമ്മളെ വിളിക്കുക. നമ്മുടെ നമ്പർ 9553049953. ഏവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.